കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ യൂണിഫോം കണ്ടിന്യൂറ്റി എന്താണ് എന്ന് പഠിച്ചു. യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പഠിച്ചു. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം പഠിച്ചു. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ എന്താണ് ലിപ്ഷിറ്റ്സ് കണ്ടീഷനും യൂണിഫോം കണ്ടിന്യൂറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് വിത്ത് സം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എലിമെൻ്ററി ഫങ്ഷൻസ്. അതിൽ ആദ്യത്തേതായിട്ട് നമ്മൾ പഠിക്കുകയാണ് അപ്രോക്സിമേഷൻ വിത്ത് സ്റ്റെപ്പ് ഫങ്ഷൻ. എനി കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് വിത്ത് എ സ്റ്റെപ്പ് ഫങ്ഷൻ. അപ്രോക്സിമേറ്റഡ് വിത്ത് എ സ്റ്റെപ്പ് ഫങ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫ് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണെങ്കിൽ അതിനോട് ആർബിട്രറിലി ക്ലോസ് ആയിട്ട്, എന്ന് വെച്ചാൽ എത്രത്തോളം വേണോ അത്രത്തോളം ക്ലോസ് ആയിട്ട് നമുക്ക് സ്റ്റെപ്പ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സ്റ്റെപ്പ് ഫങ്ഷൻ എന്ന് നോക്കാം. സ്റ്റെപ്പ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ ചില ടെക്സ്റ്റുകൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. എനിവേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന, അതായത് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഡെഫിനിഷൻ ഇതാണ്. ലെറ്റ് ഐ ഫ്രം ഐ സബ്സെറ്റ് ഓഫ് ആർ ബി ആൻ ഇൻ്റർവൽ ആൻഡ് ലെറ്റ് എസ് ഫ്രം ഐ ടു ആർ. ദെൻ എസ് ഈസ് കോൾഡ് എ സ്റ്റെപ്പ് ഫങ്ഷൻ if it has only finite number of distinct values, each value being assumed on one or more intervals in I. എന്ന് വച്ചാൽ എസ് ഒരു സ്റ്റെപ്പ് ഫങ്ഷൻ ആവണമെങ്കിൽ എസ് ഈസ് എ ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ എൻ ഇൻ്റർവൽ ഐ. ഇറ്റ് is said to be a step function if its range set is finite. സ്റ്റെപ്പ് ഫങ്ഷൻ ഫൈനൈറ്റ്ലി മെനി വാല്യൂസേ അസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ഓരോ വാല്യൂവും ഒന്നോ അതിൽ കൂടുതലോ ഇൻ്റർവെൽസിലാണ് ഉണ്ടാവേണ്ടത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ കാണാം. ലെറ്റ് എസ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -2 4 to r be defined as s of x equal to 0 if -2 less than or equal to x less than -1. Then -1 to 0 we are defining s of x as 1. 0 to 1/2 in open interval 0 1/2 s of x is equal to 1/2. Then closed 1/2 open 1 il s of x inde value 3. Then 1 less than or equal to x less than or equal to 3 il function inde value -2. Then 3 to 4 function takes the value 2. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം എസ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് വിത്ത് 6 എലമെൻറ്റ്സ്. ഓക്കെ, അതായത് എസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ -2 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെറ്റ് 0 1 1/2 3 -2 2. 6 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് ഇവിടുത്തെ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് സെറ്റ് ഫൈനൈറ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഓരോ വാല്യൂവും എവിടെയാണ് അസ്യൂം ചെയ്യുന്നത്. 0 എന്നുള്ള വാല്യൂ എടുക്കുന്നത് ഇൻ്റർവെൽ -2 -1 ഇറ്റ് ഈസ് ആൻ ഇൻ്റർവെൽ. അതുപോലെ 1 എന്നുള്ള വാല്യൂ എടുത്തിരിക്കുന്നത് -1 0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ്. ദെൻ 1/2 എന്നുള്ള വാല്യൂ ഓപ്പൺ ഇൻ്റർവെൽ 0 1/2 3 ഈസ് ഓൺ 1/2 1. ദെൻ -2 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്തിരിക്കുന്നത് 1 3. ദെൻ 2 എന്നുള്ള വാല്യൂ 3 4. ഓരോ വാല്യൂവും അസ്യൂം ചെയ്തിരിക്കുന്നത് ഓരോ ഇൻ്റർവെൽസിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ സ്റ്റെപ്പ് ഫങ്ഷൻ. ഇതിനെ സ്റ്റെപ്പ് ഫങ്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം സ്റ്റെപ്പുകൾ പോലെയാണ് ഇതിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫങ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, -2 തുടങ്ങി -1 വരെ 0. ദെൻ -1 to 0 1. ദെൻ 1/2. ദെൻ 3. ദെൻ -2. ദെൻ 2. സോ സച്ച് ഫങ്ഷൻസ് ആർ നോൺ ആസ് സ്റ്റെപ്പ് ഫങ്ഷൻസ്. ഇനി നമ്മുടെ തിയറം ഇതാണ്. ലെറ്റ് I be a closed bounded interval and let f from I to r be continuous on I.
if epsilon greater than 0, then there exists a step function s epsilon. ഇതിനെ എസ് എപ്സിലൺ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലണിൻ്റെ വാല്യൂ മാറുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സ്റ്റെപ്പ് ഫംഗ്ഷനും മാറിക്കൊണ്ടിരിക്കാം. സോ ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എപ്സിലൺ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ എസ് എപ്സിലൺ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫോർ ഇഫ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, there exists a step function s epsilon from I to r such that absolute value of f of x minus s epsilon of x less than epsilon for all x element of I. അപ്പോൾ ഇവിടെ നമ്മൾ മോഡുലസ് സിമ്പൽ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കിതിനെ എഴുതണമെങ്കിൽ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലൺ ഓഫ് എക്സ് ഓർ എസ് എപ്സിലൺ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നും എഴുതാം. ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ എന്ന് പറയാം. ഓർ നമുക്കിവരെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. സോ ഞാൻ അങ്ങനെയാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. എസ് എപ്സിലൺ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് ഞാനിതിനെ എടുക്കാൻ പോകുന്നത്. സോ എഫ് ഓഫ് എക്സ് ത്രൂ ഔട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലൺ ലെസ് ദാൻ എസ് എപ്സിലൺ ഓഫ് എക്സ് minus f of x plus f of x. So f of x will get cancelled, less than f of x plus epsilon for all x element of I. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എസ് എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് മൈനസ് എപ്സിലണിനും എഫ് പ്ലസ് എപ്സിലണിനും ഇടയിലായിരിക്കും. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ എപ്സിലൺ യൂണിറ്റ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് എഫ് മൈനസ് എപ്സിലൺ. എപ്സിലൺ യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് എഫ് പ്ലസ് എപ്സിലൺ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളുടെ ഇടയിലാണ് എസ് എപ്സിലൺ ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക എന്നാണ് ജോമെട്രിക്കലി ഈ തിയറം നമ്മളോട് പറയുന്നത്. ഇവിടെ പിക്ചർ നോക്കുക. ഇവിടെ നമ്മുടെ കയ്യിൽ ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. ദിസ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലൺ ആൻഡ് ദിസ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എപ്സിലൺ. So you take an epsilon greater than 0, corresponding to that it is possible to find a step function whose graph lies between the graph of f minus epsilon and f plus epsilon. ഇതാണ് നമ്മളോട് ഈ തിയറം പറയുന്നത്. So any continuous function on a closed bounded interval can be approximated with a step function. So നമുക്കിനി ഇത് പ്രൂവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. ഇവിടെ എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിനായിട്ട് തന്നിരിക്കുന്ന ഐ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെലാണ്. സോ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആൻഡ് ഹെൻസ് നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പ്രകാരം ദ ഫംഗ്ഷൻ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയാം. സോ നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ വി ഹാവ് ദ ഡെഫിനിഷൻ ഫോർ യൂണിഫോം കണ്ടിന്യൂറ്റി. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ടേക്ക് എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, കറസ്പോണ്ടിങ് ടു ദാറ്റ് വി വിൽ ഗെറ്റ് എ ഡെൽറ്റ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ദിസ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലൺ സച്ച് ദാറ്റ് ഇഫ് എക്സ് ആൻഡ് യു ആർ എലമെൻറ്റ്സ് ഓഫ് ഐ satisfying mod x minus u less than delta epsilon, then we have mod f of x minus f of u ലെസ് ദാൻ എപ്സിലൺ. ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെലാണ് ഡൊമെയിൻ. അതുകൊണ്ട് യൂണിഫോംലി യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പ്രകാരം അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ദെൻ വി ഹാവ് ദ ഡെഫിനിഷൻ ഫോർ യൂണിഫോം കണ്ടിന്യൂറ്റി. ഇപ്പോൾ നമ്മുടെ ഡൊമെയിൻ ഐ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ ടേക്കിംഗ് ഐ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഓക്കെ, ഐ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ ഈക്വൽ ലെങ്ത്തുള്ള കഷ്ണങ്ങളാക്കി മുറിക്കാൻ പോവുകയാണ്. ഇങ്ങനെ മുറിക്കുമ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ പീസിൻ്റെയും ലെങ്ത്ത് ഇവിടെ കിട്ടിയിരിക്കുന്ന ഡെൽറ്റ എപ്സിലണിനേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2 എടുത്തു. അതായത് 2 കഷ്ണങ്ങളാക്കി. അത് ഡെൽറ്റ എപ്സിലൺ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആവുന്നുണ്ടോ എന്ന് നോക്കണു. ആവുന്നില്ലെങ്കിൽ 3 പീസാക്കുക.
3 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഓരോ കഷ്ണത്തിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് b മൈനസ് എ ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ബിക്കോസ് ടോട്ടൽ ലെങ്ത് b മൈനസ് എ, അതിനെ 3 പീസ് ആക്കി കഴിഞ്ഞാൽ b മൈനസ് എ ഡിവൈഡഡ് ബൈ 3. അത് ഡെൽറ്റ എപ്സിലണിനേക്കാൾ ചെറുതാവുന്നുണ്ടോ നോക്കി. അങ്ങനെ ആവുന്നില്ലെങ്കിൽ വീണ്ടും b മൈനസ് എ ഡിവൈഡഡ് ബൈ 4 നോക്കുക. അതും ആവുന്നില്ലെങ്കിൽ b മൈനസ് എ ഡിവൈഡഡ് ബൈ 5 നോക്കുക. ഇങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. എനിവേ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ദർ വിൽ ബി ആൻ m എലമെൻറ്റ് ഓഫ് n sufficiently large so that b minus a divided by m is less than delta epsilon. കാരണം നമുക്കറിയാം 1/m ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. m വലുതാകും തോറും 1/m ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലുള്ളതാണെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്കതിനെ എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും. m അത്രയും സഫീഷ്യൻ്റ്ലി ലാർജായിട്ട് എടുത്താൽ മതി. സോ ഈ b മൈനസ് എ ഡിവൈഡഡ് ബൈ m ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആവുന്ന പോലെ ഒരു നാച്ചുറൽ നമ്പർ m നമ്മൾ ചൂസ് ചെയ്തു. ഇപ്പോൾ ഓരോ നമ്മൾ മുറിച്ചുണ്ടാക്കിയ ഓരോ കഷ്ണത്തിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് b മൈനസ് എ ഡിവൈഡഡ് ബൈ m ആണ്. അപ്പോൾ എഴുതാനുള്ള സൗകര്യത്തിന് നമ്മളിതിനെ h എന്ന് വിളിക്കണം. h is equal to b മൈനസ് എ ഡിവൈഡഡ് ബൈ m and this is less than delta epsilon. ഓക്കെ, ഇനി നമ്മൾ i ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിനെ m ഡിസ്ജോയിൻറ്റ് ഇൻ്റർവൽസ് ഓഫ് ലെങ്ത് h ആയിട്ട് കട്ട് ചെയ്യാണ്. നെയിംലി അപ്പം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് a ആണ്. ദെൻ അവിടെ നിന്ന് h യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ വി വിൽ റീച്ച് അറ്റ് a പ്ലസ് h. വീണ്ടും h യൂണിറ്റ് വന്നാൽ വി വിൽ റീച്ച് അറ്റ് a പ്ലസ് 2h. then this will be a plus 3h and so on. അങ്ങനെ m പീസസ് ആണ് നമ്മുടെ ഉള്ളത്. സോ a പ്ലസ് എം എച്ച് എന്ന് പറയുന്നത് b തന്നെയായിരിക്കും. സോ ഇതിൽ ആദ്യത്തെ ഇൻ്റർവെൽ a തുടങ്ങി a പ്ലസ് എച്ച് വരെയുള്ള ഈ ഇൻ്റർവെല്ലിനെ i1 എന്ന് വിളിക്കണു. a പ്ലസ് എച്ച് തുടങ്ങി a പ്ലസ് 2h വരെയുള്ള ഇൻ്റർവെല്ലിനെ i2 എന്ന് വിളിക്കണു ആൻഡ് സോ ഓൺ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം ക്ലോസ്ഡ് ഇൻ്റർവൽസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സേ ദിസ് ഇസ് എ, ഇത് എ പ്ലസ് എച്ച്, എ പ്ലസ് 2h. അപ്പോൾ ആദ്യം i1 ആയിട്ട് ഞാൻ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ജോയിൻറ്റ് ഇൻ്റർവൽസ് ആക്കി വേണം ഇവരെ കട്ട് ചെയ്തെടുക്കാൻ. സോ ഞാൻ അടുത്ത ഇൻ്റർവൽ i2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ പ്ലസ് എച്ച്, എ പ്ലസ് 2h എന്ന് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് എച്ച് എന്ന് പറയുന്ന എലമെൻറ്റ് i1ലും ഉണ്ടാവും i2ലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ ഡിസ്ജോയിൻ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ i2 എടുക്കുമ്പോൾ ഓപ്പൺ എ പ്ലസ് എച്ച്, ക്ലോസ്ഡ് എ പ്ലസ് 2h എന്നെടുക്കും. ദെൻ അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന പാർട്ടീഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് എ പ്ലസ് 3h ആണ്. അപ്പോൾ മൂന്നാമത്തെ ഇൻ്റർവൽ i3 എന്ന് പറയുന്നത് എടുക്കുമ്പോൾ ഓപ്പൺ എ പ്ലസ് 2h, ക്ലോസ്ഡ് എ പ്ലസ് 3h എന്നാണ് എടുക്കുക. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഓപ്പൺ എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു എച്ച്, ദെൻ ദിസ് ഇസ് എ പ്ലസ് എം എച്ച്. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവെല്ല് മാത്രം നമ്മൾ രണ്ട് സൈഡും ക്ലോസ്ഡ് ആയിട്ട് എടുത്തു. ബാക്കിയുള്ളവരെല്ലാം ലെഫ്റ്റ് സൈഡിൽ ഓപ്പണും റൈറ്റ് സൈഡിൽ ക്ലോസ്ഡും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ എടുത്തിരിക്കുന്നത് ഡിസ്ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഉള്ള ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. നമ്മൾ ഇതുവരെ ചെയ്തത് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, therefore it is uniformly continuous. Then we have uniform continuity definition. Then അപ്പോൾ നമുക്കൊരു എപ്സിലൺ എടുത്തപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ എപ്സിലൺ കിട്ടിയിട്ടുണ്ട്. ആ ഡെൽറ്റ എപ്സിലണിനേക്കാളും ചെറിയ ലെങ്ത്തുള്ള ഈക്വൽ ലെങ്ത്തുള്ള കഷ്ണങ്ങളാക്കി എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ മുറിച്ചു. ദെൻ i1, i2 എക്സെട്ര im എന്നുള്ള സബ് ഇൻ്റർവെൽസ് നമ്മൾ ഉണ്ടാക്കി. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലെ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് h ആണ്. ആൻഡ് വി നോ ദാറ്റ് h ഇസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ. ഓക്കെ, അപ്പോൾ ഞാൻ ik എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എടുത്തു. ik എന്ന് പറയുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് a പ്ലസ് k മൈനസ് 1 ഇൻറ്റു എച്ച്, ദെൻ എ പ്ലസ് കെ എച്ച്. ഇതാണ് നമ്മുടെ ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല്ലിൻ്റെ ടോട്ടൽ ലെങ്ത് h ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഏത് രണ്ട് പോയിൻറ്റ്സ് നമ്മൾ എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ h ആയിരിക്കും. അതായത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആയിരിക്കും. ഓക്കെ,
So the difference between any two values of I in ik is less than delta epsilon. This is less than delta epsilon. ഇനി നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എസ് എപ്സിലൺ ഡിഫൈൻ ചെയ്യാണ്. നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യം നമ്മൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ കൺസ്ട്രക്റ്റ് ചെയ്യാണ്. ദെൻ വി വിൽ പ്രൂവ് ദാറ്റ് ദ കൺസ്ട്രക്റ്റഡ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വിൽ സാറ്റിസ്ഫൈ ദ റിക്വയർഡ് പ്രോപ്പർട്ടി. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലൺ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഐ എന്നുള്ള പ്രോപ്പർട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യും എന്നും നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ കൺസ്ട്രക്റ്റ് ചെയ്യാണ്. We will take s epsilon of x is equal to f of a plus kh for all x element of ik. അപ്പോൾ എന്താണ് ചെയ്തതെന്ന് നോക്കാം. സപ്പോസ് ദിസ് ഇസ് എ ബി. ഇതാണ് നമ്മുടെ എഫിൻ്റെ ഗ്രാഫ് എന്ന് കരുതുക. എഫിനെ നിങ്ങൾക്ക് പറയാനുള്ള സൗകര്യത്തിന് ഞാനൊരു ഈക്വൽ ലെങ്ത് ഉള്ള 4 പീസുകളാക്കി നമ്മളിതിനെ കട്ട് ചെയ്തു. സോ ദിസ് ഇസ് അവർ എ പ്ലസ് എച്ച്, ഇത് എ പ്ലസ് 2h, എ പ്ലസ് 3h, ദെൻ ബി ഈസ് എ പ്ലസ് 4h. ആദ്യത്തെ ഇപ്പോൾ എ ബിയിലുള്ള ഒരു എലമെൻറ്റ് എക്സ് എന്ന് പറയുന്നത് എ ബിയിലുണ്ടെങ്കിൽ എക്സ് എക്സാക്ട്ലി ഏതെങ്കിലും ഒരു ഐ കെയിലുണ്ടായിരിക്കും. ഒന്നുകിൽ I1 അല്ലെങ്കിൽ I2 അല്ലെങ്കിൽ I3 അതല്ലെങ്കിൽ I4. ഇവർ ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് എക്സാക്ട്ലി ഏതെങ്കിലും ഒരു ഐ കെയിലായിരിക്കും നമ്മളെടുത്ത എക്സ് ഉണ്ടാവുക. സപ്പോസ് എക്സ് ആദ്യത്തെ ഇൻ്റർവെല്ലിലാണ് I1 എന്ന് കരുതുക. I1 എസ് എപ്സിലൺ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കുക. ഇഫ് എക്സ് ഈസ് ഇൻ I1 എസ് എപ്സിലൺ ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എ പ്ലസ് എച്ച്. എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഇൻ്റർവെല്ലിൽ മുഴുവനും ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എടുക്കണു. ഒരു എക്സ് എലമെൻ്റ് ഓഫ് ഐ എടുത്തു. അത് I1 ഇങ്ങനെ, I2 ഇഫ് എക്സ് ഈസ് ഇൻ I2 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ നോക്കുക. ഇഫ് എക്സ് ഈസ് ഇൻ I2 ദെൻ എസ് എപ്സിലൺ ഓഫ് എക്സ് ഈസ് എഫ് ഓഫ് എ പ്ലസ് 2h. എഫ് ഓഫ് എ പ്ലസ് 2h. ഇവിടെ മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. ഇനി I3 എഫ് ഓഫ് എ പ്ലസ് 3h. എഫ് ഓഫ് എ പ്ലസ് 3h ഇസ് ദിസ്. സോ ഇവിടെ മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. ഇനി I4 ദിസ് ഇസ് എഫ് ഓഫ് എ പ്ലസ് 4h. ഇവിടെ മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ ഇതാണ്. ഇതാണ് നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് കണ്ടാലറിയാം ആകെ എം കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഐയെ കട്ട് ചെയ്തിരിക്കുന്നത്. സോ എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്നത് കെ ടേക്സ് വാല്യൂസ് 1, 2, 3 എക്സെട്ര അപ് ടു എം. സോ എസ് എപ്സിലൺ ഓഫ് എക്സിൻ്റെ റേഞ്ചിൽ എം എലമെൻസേ ഉള്ളൂ. എത്ര ഇൻ്റർവെൽസ് ഉണ്ടോ അത്രയും എലമെൻസ് ആണ് എസ് എപ്സിലൺ ഓഫ് എക്സിൻ്റെ റേഞ്ചിൽ മാക്സിമം ഉണ്ടാവുക. ഓക്കെ, സോ എസ് എപ്സിലൺ മാത്രമല്ല ഓരോ വാല്യൂവും ഇപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഇൻ്റർവെല്ലിലാണ്, ഒരു ഇൻ്റർവെല്ലിലാണ് വാല്യൂ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ എഫ് ഓഫ് എ പ്ലസ് 2h എന്നുള്ള വാല്യൂ സെക്കൻഡ് ഇൻ്റർവെല്ലിലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ വാല്യൂവും ഓരോ ഇൻ്റർവെല്ലിലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നയാൾ ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ഓൺ ഈച്ച് ഐ കെ. മാത്രമല്ല എല്ലാ ഐ കെകളുടെയും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ കിട്ടും. എല്ലാ ഐ കെകളും പെയർ വൈസ് ഡിസ്ജോയിൻറ്റും ആണ്. സോ നമുക്ക് എസ് എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ഐയിൽ. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ആദ്യത്തെ ഇൻ്റർവെല്ല് മാത്രം നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് എടുത്തു, പിന്നെയുള്ളതിനെ എന്തിനാണ് ഈ ഇൻ്റർവെൽസ് ഡിസ്ജോയിൻ്റ് ആക്കി എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ സപ്പോസ് എ പ്ലസ് എച്ച് എന്നുള്ളത് 2 ഇൻ്റർവെൽസിലും ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ടും നമ്മൾ ക്ലോസ്ഡ് ആയിട്ടാണ് എടുത്തതെങ്കിൽ എ പ്ലസ് എച്ചിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എ പ്ലസ് കെ എച്ചും ആകാം. അതായത് എസ് എപ്സിലൺ ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം എഫ് ഓഫ് എ പ്ലസ് എച്ചും ആകാം, എഫ് ഓഫ് എ പ്ലസ് 2h ആകാം. ഇത് രണ്ടും ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെൽ ഡിഫൈൻഡ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവെൽസിനെ ഡിസ്ജോയിൻ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. സോ എസ് എപ്സിലൺ ഓഫ് എക്സ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ടാക്കി. ഇനി ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ
absolute value of f of x minus s epsilon of x less than epsilon for all x element of I എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമുക്ക് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഐ ദെൻ എക്സ് എലമെൻറ്റ് ഓഫ് ഐ കെ ഫോർ എക്സാക്ട്ലി 1k in 1 2 3 etc. up to m. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എസ് എപ്സിലൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇപ്പോൾ ഉള്ളത് ഐ കെയിലാണ്. സോ എസ് എപ്സിലൺ ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച്. സോ ദിസ് ഇസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്നാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ എക്സും ഐ കെയിലുള്ളതാണ്, എ പ്ലസ് കെ എച്ചും ഐ കെയിലുള്ളതാണ്. ഐ കെയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ആണ്. സോ absolute value of x minus a plus kh എന്ന് പറയുന്നത് will be less than ഡെൽറ്റ എപ്സിലൺ ആയിരിക്കും. ബിക്കോസ് ദിസ് വിൽ ബി ലെസ് ദാൻ എച്ച്. എച്ചിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എപ്സിലണിനേക്കാൾ ചെറുതാണ്. നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് എ പ്ലസ് കെ എച്ച്. സോ മോഡ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ലെസ് ദാൻ എപ്സിലൺ ആവണം. അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ഇസ് ലെസ് ദാൻ എപ്സിലൺ, സിൻസ് മോഡ് എക്സ് മൈനസ് എ പ്ലസ് കെ എച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ. സോ നമുക്കിപ്പോൾ കിട്ടി take any x element of I mod f of x minus s epsilon of x is less than epsilon. So നമ്മുടെ തിയറം പ്രൂവ് ചെയ്തു. ഇതിൻ്റെ ഒരു കൊറോളറിയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ കൊറോളറിയുടെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത സെയിം പ്രൂഫ് തന്നെയാണ്. ലെറ്റ് I be a closed bounded interval, f from I to R be a continuous function on I. If epsilon greater than 0, there exists a natural number m such that if we divide I into m disjoint intervals ik having length h is equal to b minus a divided by m, then the step function s epsilon from I to R such that s epsilon of x is equal to f of a plus kh for all x element of ik satisfies the property absolute value of f of x minus s epsilon of x less than epsilon for all x element of I. സോ ഈ കൊറോളറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത തിയറത്തിൻ്റെ പ്രൂഫിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പ്രൂഫ് ഇസ് സെയിം ആസ് ദ പ്രീവിയസ് തിയറം.